അപ്പോഴേ ഇന്ന് നമ്മൾ രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ ബാക്കി മാവുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ദോശ ഉണ്ടാക്കി, രണ്ടാമത്തെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒരു വെറൈറ്റി വെച്ച് പിടിച്ചാലോ എന്ന് കരുതിയിട്ട് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ പിന്നെ വേഗം ചോപ്പർ എടുത്ത്, ഇലക്ട്രിക് ചോപ്പർ ഉണ്ട് ഇവിടെ, അപ്പോൾ ആ ചോപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു 2 ഉള്ളി അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായി ക്രഷ് ചെയ്തിട്ടെടുത്തു. എടുത്തിട്ട് നമ്മൾ ഈ മാവിനകത്തോട്ട് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണത്തെ പോലെ പിന്നെ ദോശ ചുടാൻ തുടങ്ങി. ദോശ ചുട്ടു. പിന്നെ ബാക്കിയുള്ള ദോശകളൊക്കെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അതിനകത്തോട്ട് കറിയായിട്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഓലൻ ഉണ്ടാക്കിയതിൻ്റെ ആ തേങ്ങാപ്പീര കൊണ്ട് നമ്മളൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഇഡ്ഡലിപ്പൊടി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ ഉള്ളിയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ടത് കാരണം കൊണ്ട് അത് അങ്ങനെ തന്നെ ദോശ നമുക്ക് അങ്ങനെ തനിയെ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു സൈഡായിട്ട് എന്തെങ്കിലും വേണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ഇഡ്ഡലിപ്പൊടി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ആ ഇഡ്ഡലിപ്പൊടിയും പിന്നെ ചമ്മന്തിപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് ഇന്ന് അതങ്ങോട്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടികൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇന്ന് രാവിലെയൊക്കെ മഴ മാത്രമല്ല, ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ശരിക്കും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ള കാറ്റും മഴയായിരുന്നു. അത്ര മഴയാണ്. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.